രണ്ട് ഗോളീയ ദർപ്പണങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ പ്രധാനമായിട്ട് കോൺകേവും കോൺവെക്സ് ദർപ്പണങ്ങളാണ്. ഈ രണ്ട് ദർപ്പണങ്ങളിലെ പ്രതിബിംബ രൂപീകരണമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൺകേവ് കോൺവെക്സ് ദർപ്പണങ്ങളിലെ പ്രതിബിംബ രൂപീകരണം എങ്ങനെയാണ് നടക്കുന്നത്, അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത്, പ്രതിബിംബം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എവിടെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുക. ആദ്യമായി കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ കോൺകേവ് ദർപ്പണങ്ങൾക്കും അവയുടെ മുഖ്യമായ ചില ഭാഗങ്ങളുണ്ട്. ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള പി എന്ന് പറയുന്നത് ദർപ്പണത്തിൻ്റെ പോൾ ആണ്. പോൾ എന്ന് പറയുന്നത് പ്രതിപതനം നടക്കുന്ന ഒരു സർഫസ് ഉണ്ടാവും, അതായത് പ്രതിപതനം നടക്കുന്ന പ്രതലം. അതിൻ്റെ മധ്യബിന്ദുവാണ്, അതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വരുന്ന പോയിന്റാണ് പി എന്ന് പറയുന്നത്. എഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ആണ്. ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റിലാണ് വന്ന് പതിക്കുന്ന പ്രകാശരശ്മികൾ ഒരു ബിന്ദുവിൽ വന്ന് ചേരുന്നതായി തോന്നുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ദർപ്പണത്തിൻ്റെ വക്രതാ കേന്ദ്രം. എന്ന് വെച്ചാൽ ദർപ്പണം ഏത് ഗോളത്തിൽ നിന്നാണോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആ ഗോളത്തിൻ്റെ സെന്ററാണ്, കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. ഈ ഗോളീയ ദർപ്പണം അല്ലെങ്കിൽ ഈ കോൺകേവ് ദർപ്പണം ഒരു ഗോളത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ആ ഗോളത്തിൻ്റെ സെന്ററാണ് അല്ലെങ്കിൽ കേന്ദ്രമാണ് അല്ലെങ്കിൽ മധ്യബിന്ദുവാണ് ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. പി എന്ന് പറഞ്ഞാൽ പോൾ, എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ്, സി എന്ന് പറഞ്ഞാൽ വക്രതാ കേന്ദ്രം. ആദ്യം നമ്മൾ കോൺകേവ് ദർപ്പണത്തിൻ്റെ വസ്തു എവിടെ വേണോ ഇരിക്കാമല്ലോ, വസ്തു ഇന്ന സ്ഥലത്ത്, അതായത് ഒരു ദർപ്പണം ഇരിക്കുമ്പോൾ ദർപ്പണത്തിൻ്റെ മുന്നിലോ പിന്നിലോ എവിടെയാണ് ആ വസ്തു ഇരിക്കുന്നത് എന്ന് നമുക്കറിയണം. അപ്പോൾ ആദ്യം വസ്തു സീന് അപ്പുറമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഫോക്കസും സിയും നമ്മൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോളിൽ നിന്നും എത്ര നീളം വെച്ചാണ് ഫോക്കസ് മാർക്ക് ചെയ്യുന്നത് അത്രയും നീളം എഫിൽ നിന്നും സിയിലോട്ടും വേണം. ഉദാഹരണത്തിന് പോളിൽ നിന്ന് എഫ് വരെ നിങ്ങൾ 1 സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ എഫിൽ നിന്നും സി വരെയുള്ള ദൂരവും 2 സെന്റിമീറ്റർ ആയിരിക്കണം. ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടിയായിരിക്കും ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം എന്ന് പറയുന്നത്. അതായത് സി മുതൽ പി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എഫ് മുതൽ പി വരെയുള്ള ദൂരത്തിന്റെ ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് പ്രതിബിംബം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ മാർക്ക് ചെയ്യുന്ന ദൂരം ഒരുപോലെ ആയിരിക്കണം. ഞാൻ വസ്തു ആദ്യം സിക്ക് അപ്പുറമാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വന്നു നിന്ന ആരോ മാർക്ക് വസ്തുവിനെയാണ് കാണിക്കുന്നത്. സിക്കും എഫിനും ഇടയ്ക്ക് വേറൊരാരം തലകീഴായി കാണുന്നുണ്ട്. ആ ഭാഗത്താണ് ഈ കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രതിബിംബം ഉണ്ടാകുന്നത്. അത് എവിടെ ഉണ്ടാകുന്നു എന്നത് നമുക്ക് ഒരു ഇമാജിനേഷൻ വഴി ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. കൃത്യമായ ചില നിയമങ്ങളിലൂടെ പ്രകാശരശ്മികൾ വന്ന് കൂടിച്ചേരുന്ന ഒരു ഭാഗത്താണ് ആ പ്രതിബിംബം ഉണ്ടാകുക. അപ്പോൾ പ്രതിബിംബം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് പ്രതിബിംബം ഉണ്ടാകും, അതെങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. സിക്കപ്പുറം വസ്തു വയ്ക്കുമ്പോൾ ആദ്യം നിങ്ങൾ വസ്തുവിൽ നിന്നും മുഖ്യ അക്ഷം എന്ന് പറഞ്ഞാൽ പോളും വക്രതാ കേന്ദ്രവും സിയും എഫും തമ്മിൽ യോജിക്കുന്ന ഒരു നേർരേഖയാണ് മുഖ്യ അക്ഷം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന
പ്രകാശരശ്മി. ഈ പ്രകാശരശ്മി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്നു. പതിച്ച ശേഷം എപ്പോഴും നിങ്ങൾ ഓർക്കുക, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന എല്ലാ പ്രകാശരശ്മികളും ഫോക്കസിൽ കൂടെ കടന്നു പോകും. രണ്ടാമത് ഒരു പ്രകാശരശ്മി കൂടെ നിങ്ങൾ സങ്കല്പിക്കണം. ആ പ്രകാശരശ്മി വക്രതാ കേന്ദ്രത്തിൽ കൂടെയായിരിക്കും കടന്നു പോവുക. വക്രതാ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി വക്രതാ കേന്ദ്രത്തിൽ കൂടെ തന്നെ തിരിച്ചു പോകും. ഈ രണ്ട് പ്രകാശരശ്മികളും തമ്മിൽ ചേർന്ന ഒരു ബിന്ദു നിങ്ങൾക്ക് കാണാം. ആ ഭാഗത്താണ് പ്രതിബിംബം ഉണ്ടാകുക. ഞാൻ നേരത്തെ വരച്ച ആ ഭാഗത്ത് പ്രതിബിംബം ഉണ്ടായത്, ആ ഭാഗത്താണ് പ്രതിപതനം നടന്ന ശേഷമുള്ള ഈ പ്രകാശരശ്മികൾ വന്നു ചേരുന്നത് എന്നുകൊണ്ടാണ്. ഈ പ്രതിബിംബത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? ഇതും പരീക്ഷയ്ക്ക് നമ്മൾ ഒരു പ്രതിബിംബ രൂപീകരണം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ പ്രതിബിംബത്തിന്റെ സ്വഭാവവും നമ്മൾ ഉറപ്പായിട്ടും എഴുതേണ്ടതാണ്. പ്രതിബിംബം, ഇപ്പോൾ ഇവിടെ ഉണ്ടായ പ്രതിബിംബം, കോൺകേവ് ദർപ്പണത്തിൽ വസ്തു സിക്കപ്പുറം വെച്ചപ്പോൾ ഉണ്ടായ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരുന്നു, തലകീഴായതായിരുന്നു, യഥാർത്ഥമാണ്. വസ്തു സിക്ക് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബം ഉണ്ടാകുന്നത് സിക്കും എഫിനും ഇടയിലാണ്. യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിബിംബം നിങ്ങൾ വസ്തു വെച്ച ആ വശത്ത് തന്നെ ദർപ്പണത്തിന് മുൻഭാഗത്തായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു യഥാർത്ഥ പ്രതിബിംബത്തിനെ നിങ്ങൾക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും. അതേസമയം മിഥ്യാപ്രതിബിംബമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ദർപ്പണത്തിന്റെ പിൻഭാഗത്തായിരിക്കും. അത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നതല്ലായിരിക്കും. ഇനി അടുത്ത് നമ്മൾ കോൺകേവ് ദർപ്പണത്തിൽ വസ്തു സിക്കും എഫിനും ഇടയിലാണ് വെക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഒരു കോൺകേവ് ദർപ്പണം എടുക്കുന്നു. അതിലെ എഫും സിയും മാർക്ക് ചെയ്യുന്നു. വസ്തു എഫിനും സിക്കും ഇടയ്ക്ക് വെക്കുന്നു. ആദ്യം ഒരു പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരികയും അത് ദർപ്പണത്തിൽ പതിച്ച് പ്രതിപതനം സംഭവിക്കുകയും അത് ഫോക്കസിൽ കൂടെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ രശ്മി വക്രതാ കേന്ദ്രത്തിൽ കൂടെ പോകുന്നു. ഈ രണ്ട് പ്രകാശരശ്മികളും തമ്മിൽ യോജിച്ച ഭാഗത്ത് പ്രതിബിംബം ഉണ്ടാകുന്നു. ഈ പ്രതിബിംബത്തിന്റെ സ്വഭാവം പറഞ്ഞു നോക്കൂ. എവിടെയാണ് പ്രതിബിംബം ഉണ്ടായത്? സിക്കപ്പുറം. പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതാണോ ചെറുതാണോ? വലുതാണ്. തലകീഴായതാണോ നിവർന്നതാണോ? തലകീഴായതാണ്. യഥാർത്ഥമാണോ മിഥ്യയാണോ? യഥാർത്ഥമാണ്. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ വസ്തു സിക്കും എഫിനും ഇടയും വെച്ചാൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും, തലകീഴായതായിരിക്കും, യഥാർത്ഥമായിരിക്കും. സിക്കപ്പുറമായിരിക്കും പ്രതിബിംബം ഉണ്ടാകുന്നത്. അടുത്ത് നമ്മൾ വസ്തു വെക്കാൻ പോകുന്നത് പിക്കും എഫിനും ഇടയിലാണ്. വീണ്ടും നമ്മൾ ഒരു കോൺകേവ് ദർപ്പണം എടുക്കുന്നു. സിയും എഫും മാർക്ക് ചെയ്യുന്നു. പിയും മാർക്ക് ചെയ്യണം. പിക്കും എഫിനും ഇടയിൽ വസ്തു വെക്കുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി ദർപ്പണത്തിൽ തട്ടി പ്രതിപതിച്ച് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. അടുത്ത പ്രകാശരശ്മി വക്രതാ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ രണ്ട് പ്രകാശരശ്മികളും തമ്മിൽ അകന്നകന്നാണ് പോവുക. നേരത്തെ രണ്ട് ഭാഗങ്ങളിലും നമ്മൾ കണ്ടത് പ്രതിപതനം നടന്നതിന് ശേഷം ഈ പ്രകാശരശ്മികൾ ഒരു ഭാഗത്ത് കൂടി യോജിക്കുന്നു എന്നാണ്. പക്ഷെ ഇവിടെ
അകന്നാണ് പോകുന്നത്. പക്ഷേ ദർപ്പണത്തിന്റെ പിൻഭാഗത്ത് ഇവ കൂടിച്ചേരാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രതിപതനം നടന്നു കിട്ടിയ ഈ 2 പ്രകാശരശ്മികളെയും നമ്മൾ ദീർഘിപ്പിച്ച് വരയ്ക്കും. സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ വര എങ്ങനെയാണോ പോയിട്ടുള്ളത് അതേ വരയെ തന്നെയാണ് നിങ്ങൾ നീട്ടി വരയ്ക്കേണ്ടത്. അവിടെ ഒരു ഒടിവ് ഉണ്ടാവരുത്. 2 വരകളെയും നിങ്ങൾ ഇങ്ങനെ ദീർഘിപ്പിച്ച് നീട്ടി വരയ്ക്കുക. ഇപ്പോൾ ദർപ്പണത്തിന്റെ പിൻഭാഗത്ത് ഒരു സ്ഥലത്ത് ഈ പ്രകാശരശ്മികൾ കൂടി ചേർന്നതായി നമുക്ക് തോന്നുന്നു. അവിടെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നതായി നമുക്ക് തോന്നുക. അത് വരയ്ക്കാൻ വേണ്ടി നമുക്ക് മുഖ്യ അക്ഷം ഇപ്പോൾ P വരെ വരച്ച് എൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മുഖ്യ അക്ഷത്തിനെ നീട്ടി വരയ്ക്കാം. ശേഷം മുഖ്യ അക്ഷത്തിൽ നിന്നും ഈ ഭാഗത്ത് പ്രതിബിംബം ഉണ്ടായതായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ പ്രതിബിംബത്തിന്റെ സ്വഭാവം നോക്കൂ. കോൺകേവ് ദർപ്പണത്തിൽ പ്രതിബിംബം ദർപ്പണത്തിന് പിൻഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു മിഥ്യാ പ്രതിബിംബമായിരിക്കും. ഈ പ്രതിബിംബത്തിനെ നിങ്ങൾക്ക് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നതല്ല. മാത്രമല്ല, ഈ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതാണ്, നിവർന്നതാണ്. പ്രതിബിംബത്തിന്റെ സ്വഭാവങ്ങൾ: വസ്തുവിനേക്കാൾ വലുത്, നിവർന്നത്, മിഥ്യ. ദർപ്പണത്തിന് പിന്നിലാണ് പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഒരു കോൺകേവ് ദർപ്പണം വസ്തു സിയിലാണ് വെക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പ്രതിബിംബം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ആവശ്യമായ ബിന്ദുക്കൾ മാർക്ക് ചെയ്യുക. സിയും എഫും പിയും മാർക്ക് ചെയ്യുക. വസ്തു നമ്മൾ സിയിൽ വെക്കുന്നു. എപ്പോഴും മനസ്സിലാക്കണം, സിയിലാണ് വസ്തു വെച്ചിട്ടുള്ളതെങ്കിൽ സിയിൽ തന്നെ പ്രതിബിംബം ഉണ്ടാകും. അതേ വലിപ്പമുള്ള പ്രതിബിംബം ഉണ്ടാകും. തലകീഴായതുണ്ടാകും. യഥാർത്ഥമായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. റൂൾ പ്രകാരം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി ഫോക്കസിൽ കൂടെയും ഫോക്കസിൽ കൂടെ വരുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായും കടന്നു പോകും. വസ്തു സിയിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പ്രതിബിംബ രൂപീകരണം വരയ്ക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ 2 പ്രകാശരശ്മികളാണ് എടുക്കുക. ഒന്ന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്നത് ഫോക്കസിൽ കൂടെ കടന്നു പോവുകയും ഫോക്കസിൽ കൂടെ വരുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിൽ കൂടെ കടന്നു പോവുകയും ചെയ്യുന്നതാണ്. ഈ 2 പ്രകാശരശ്മികളും തമ്മിൽ ചേർന്ന ഭാഗത്തായിരിക്കും വസ്തുവിന്റെ നേരെ താഴെ വസ്തുവിന്റെ അതേ വലിപ്പത്തിലുള്ള പ്രതിബിംബം ഉണ്ടാകുന്നത്. വസ്തു സിയിൽ വെക്കുമ്പോൾ ഉള്ള പ്രതിബിംബ രൂപീകരണം നിങ്ങൾ ഇങ്ങനെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ രീതിയിലും വരയ്ക്കാവുന്നതാണ്. എന്നാൽ കറക്റ്റായിട്ട് പ്രതിബിംബത്തിന്റെ സ്വഭാവം നമ്മൾ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഹ്യൂമൻ എറർ അനുസരിച്ച് കറക്റ്റായി കിട്ടുക ഈ 2 രീതിയിലുള്ള പ്രകാശരശ്മികൾ എടുക്കുന്ന സമയത്തായിരിക്കും. ഇവിടെ അതേ വലിപ്പമാണ് പ്രതിബിംബം. തലകീഴായതാണ്, യഥാർത്ഥമാണ്. സിയിലാണ് പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത്. കോൺകേവ് ദർപ്പണങ്ങളുടെ പ്രതിബിംബ രൂപീകരണം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. കോൺകേവ് ദർപ്പണങ്ങൾ എപ്പോഴും യഥാർത്ഥ പ്രതിബിംബമല്ല ഉണ്ടാക്കുന്നത്, മിഥ്യാ പ്രതിബിംബവും ഉണ്ടാക്കുന്നുണ്ട്. അത് എപ്പോഴാണ്? വസ്തു പോളിനും എഫിനും ഇടയിൽ വെക്കുമ്പോൾ ദർപ്പണത്തിന് പിന്നിലാണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. ആ പ്രതിബിംബം മിഥ്യയായിരിക്കും. ബാക്കി എല്ലാ സമയവും കോൺകേവ് ദർപ്പണങ്ങൾ യഥാർത്ഥ പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് കോൺവെക്സ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം എങ്ങനെയെന്ന് നോക്കാം. ഒരു കോൺവെക്സ് ദർപ്പണത്തിൽ പ്രകാശരശ്മികൾ വന്ന് പതിക്കുന്നത്, പ്രതിപതനം നടക്കുന്നത്
ആ കോൺവെക്സ് ദർപ്പണത്തിന്റെ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗത്തായിരിക്കും. അതായത് പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ഭാഗത്തായിരിക്കും. ഈ കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗോളീയ ദർപ്പണം ഉണ്ടാകും. അതിന്റെ വക്രതാ കേന്ദ്രം വരുന്നത് ഉള്ളിലാണ്. അത് പ്രകാരം നമ്മൾ പിയും എഫും സിയും മാർക്ക് ചെയ്യുന്നു. പക്ഷേ കോൺവെക്സ് ദർപ്പണത്തിൽ പ്രതിപതനം നടക്കുന്ന ഭാഗം ഉന്തിയ ഭാഗമായതുകൊണ്ട് നമ്മൾ വസ്തു വയ്ക്കുന്നത് ഇവിടെയായിരിക്കും. പോളിൽ നിന്നും എത്ര ദൂരെ അല്ലെങ്കിൽ എത്ര അടുത്ത് ഈ വസ്തുവിനെ വെച്ചാലും പ്രതിബിംബം ഉണ്ടാകുന്നത് ഒരേ രീതിയിൽ തന്നെയായിരിക്കും. അതിന്റെ പൊസിഷൻ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. പിക്കും എഫിനും ഇടയിലായിരിക്കും പ്രതിബിംബം ഉണ്ടാകുന്നത്. അത് പിയുടെ എഫിനെയും ഇടയിൽ എവിടെയാണ് എന്നത് മാത്രമേ വ്യത്യാസം വരികയുള്ളൂ. ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ റൂള് തന്നെയാണ്. മുഖ്യ അക്ഷത്തിന് സമാന്തരമായ ഒരു പ്രകാശരശ്മി ഉണ്ടാകുന്നു. അത് കോൺവെക്സ് ദർപ്പണത്തിൽ വന്ന് പതിക്കും. പതനശേഷം ഇത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോണം. റിഫ്ലക്റ്റ് ചെയ്ത് എങ്ങനെയാ പോവേണ്ടത്? മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന എല്ലാ പ്രകാശരശ്മികളും എഫിൽ കൂടെയാണ് പോകേണ്ടത്. പക്ഷേ ഈ ദർപ്പണത്തിൽ അങ്ങനെ ഒരു തുളഞ്ഞ് പ്രകാശത്തിന് എഫിൽ കൂടെ പോകാൻ സാധിക്കില്ല. കാരണം ദർപ്പണത്തിന്റെ പിൻഭാഗം പ്രകാശം കടന്നു പോകാത്ത രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതാണ് ദർപ്പണം. ദർപ്പണം എപ്പോഴും പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനമാണ്. അതുകൊണ്ട് പ്രകാശത്തിന് തുരന്നപ്പുറത്തെ സൈഡിൽ പോകാനുള്ള സാധ്യതയില്ല. അത് സാധ്യമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന ഒരു പ്രകാശരശ്മി എഫിൽ കൂടെയാണ് പോകേണ്ടിയിരുന്നത്. എഫിൽ കൂടെ പോകുന്നത് പോലെ ഈ പ്രകാശരശ്മി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. ഇത് നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പ്രകാശരശ്മി വന്ന് കോൺവെക്സ് ദർപ്പണത്തിൽ പതിക്കുന്ന ആ പോയിന്റിൽ സ്കെയിൽ വെച്ച് എഫിൽ കൂടെ അത് പോകുന്നത് പോലെ ഒരു ഡോട്ടഡ് വരകൾ വരച്ച ശേഷം യഥാർത്ഥ പ്രതിപതന രശ്മിയെ നിങ്ങൾ മുകളിലോട്ട് വരച്ചു വിടുക. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് പ്രതിബിംബം എവിടെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഫോം ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ പ്രകാശരശ്മി നമുക്കറിയാം, അത് ഫോക്കസിൽ കൂടെയാണ് പോകേണ്ടത്. അതും ഇതുപോലെ തന്നെയാണ്. ഫോക്കസിൽ കൂടെ അതിന് തുറന്നു പോകാൻ സാധ്യമല്ല. ഫോക്കസിൽ കൂടെ പോകുന്നത് പോലെ പ്രകാശരശ്മി തിരിച്ചു പോകും. ഈ രണ്ട് പ്രകാശരശ്മികളും ദർപ്പണത്തിന്റെ പിൻഭാഗത്ത് തമ്മിൽ യോജിച്ചതായി നമുക്ക് തോന്നും. ആ ഭാഗത്താണ് ഇവിടുത്തെ മിഥ്യാപ്രതിബിംബം ഉണ്ടാകുന്നത്. മിഥ്യ എന്ന് പറയാൻ കാരണം ദർപ്പണത്തിന്റെ പിൻഭാഗത്താണ് പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത്. പോളിനും ഫോക്കസിനും ഇടയിലായിരിക്കും, എപ്പോഴും പോളിനും ഫോക്കസിനും ഇടയിലായിരിക്കും കോൺവെക്സ് ദർപ്പണത്തിൽ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത്. നിവർന്നതായിരിക്കും, വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും, മിഥ്യയായിരിക്കും. പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുത്, നിവർന്നത്, മിഥ്യ. ദർപ്പണത്തിന് പിന്നിലാണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് വളരെ വിസ്താരമുള്ള പ്രതിപതന പ്രതലമാണ് ഉണ്ടാവുക. അതായത് പ്രകാശരശ്മി വന്ന് വീഴാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഉന്തിയ ഭാഗത്താണ് പ്രകാശരശ്മി വന്ന് വീഴുന്നു എന്നുള്ളത് കൊണ്ട് കോൺകേവ് ദർപ്പണത്തിനേക്കാൾ കൂടുതൽ സ്ഥലത്ത് ഈ പ്രകാശരശ്മികളെ സ്വീകരിക്കാൻ കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് ചില ഉപയോഗങ്ങളുണ്ട്. കോൺവെക്സ് ദർപ്പണങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്ന പ്രതിബിംബങ്ങൾ ചെറുതും നിവർന്നതും മിഥ്യയുമായിരിക്കും. ഇത് നമുക്ക് സ്ക്രീനിൽ പിടിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് വളരെ വിസ്താരമുള്ള പ്രദേശങ്ങളിൽ നിന്നും പ്രകാശരശ്മികളെ സ്വീകരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് റോഡുകളുടെ വളവുകളിൽ കോൺവെക്സ് ദർപ്പണങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത് കാരണം രണ്ടു വശത്തു നിന്നും വരുന്നവർക്ക് ദർപ്പണത്തിൽ തടസ്സങ്ങളെയും അപ്പുറത്തെ വശത്തു നിന്ന് വരുന്ന വാഹനങ്ങളെയും കാണാൻ സാധിക്കും.
വളവുകളിൽ കോൺവെക്സ് ദർപ്പണം സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം ആണ്. അതേ ആവശ്യം തന്നെയാണ് നമ്മുടെ വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായിട്ടും കോൺവെക്സ് ദർപ്പണങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് നേരായ നിവർന്ന പ്രതിബിംബം കാണാൻ കഴിയും റിയർ വ്യൂ മിററുകളിൽ. മാത്രമല്ല മിഥ്യ പ്രതിബിംബമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ദർപ്പണത്തിൽ തന്നെ പ്രതിബിംബം കാണാൻ കഴിയും, വേറൊരു സ്ക്രീനിൽ പതിക്കുന്ന പ്രതിബിംബമല്ല. മാത്രമല്ല സ്ട്രീറ്റ് ലൈറ്റുകളുടെ റിഫ്ലക്ടർ ആയിട്ടും കോൺവെക്സ് ദർപ്പണങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണം ഇവരുടെ വിസ്താരമുള്ള പ്രകാശരശ്മികളെ സ്വീകരിക്കാൻ കഴിയുന്ന പ്രതലമാണ്. ഇത്രയുമാണ് ദർപ്പണങ്ങളിലെ പ്രതിബിംബ രൂപീകരണം എന്ന് പറയുന്നത്. ഇത് വരച്ച് പഠിക്കുക. പരീക്ഷയ്ക്ക് അഥവാ വസ്തുവിന്റെ സ്ഥാനം ചോദിച്ച് പ്രതിബിംബം എവിടെയാണ് ഉണ്ടാകുന്നത്, പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണ്, നിങ്ങൾ അഥവാ മറന്നു പോയാലും നിങ്ങൾക്കത് വരച്ച് കാണിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. മാത്രമല്ല ഈ ദർപ്പണത്തിന്റെ ഉപയോഗങ്ങൾ കൂടെ പഠിക്കുമ്പോൾ നോക്കി വയ്ക്കുക.